നമസ്കാരം. നിലവിലെ യുദ്ധങ്ങൾക്ക് നടുവിൽ മറ്റൊരു സംഘർഷം കൂടി കനത്ത ആഴ്ചയാണ് കടന്നുപോയത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിന് അയവ് വരുത്താൻ ശ്രമിക്കുന്ന വാക്കുകളാണ് ലോകരാജ്യങ്ങളിൽ നിന്നുണ്ടായത്. എന്നാൽ മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട അവകാശവാദവുമായി അമേരിക്ക രംഗത്ത് വന്നു. ചൈന പാകിസ്ഥാന് അനുകൂലമായ നിലപാടെടുത്തു. ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിൻ്റെ സൈനിക നീക്കം ശക്തമായി. അതിനിടെയാണ് ട്രംപ് പശ്ചിമേഷ്യയിൽ എത്തുന്നത്. നിർണായക പ്രഖ്യാപനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞാണ് ട്രംപ് വരുന്നത്. US നിന്നുള്ള കർദിനാൾ റോബർട്ട് പ്രവോ പുതിയ മാർപ്പാപ്പയായി. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോകവാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്താൻ മധ്യസ്ഥത വഹിച്ചെന്ന വാദം ഉന്നയിക്കുകയാണ് അമേരിക്ക. ഭയാനകമായ ഒരു ഇന്റലിജൻസ് വിവരം ഇന്ത്യയുമായി പങ്കുവച്ചതിനെ തുടർന്നാണ് ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചത് എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. യുക്രൈൻ യുദ്ധത്തിലും ഗസ യുദ്ധത്തിലും പ്രധാന റോളിലുള്ള ട്രംപ് ഇന്ത്യ പാക് പ്രശ്നത്തിലും ഇടപെട്ട് ചരിത്രം സൃഷ്ടിച്ചു എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ വാദം സമ്മതിക്കാൻ ഇന്ത്യ തയ്യാറല്ല. ഗസ വിഷയത്തിലും തന്റെ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൗദിയോടൊപ്പം UAE, ഖത്തർ എന്നീ രാഷ്ട്രങ്ങളാണ് വരും ദിവസങ്ങളിൽ ട്രംപ് സന്ദർശിക്കാനിരിക്കുന്നത്. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ ട്രംപ് മുതിരുമോ? അങ്ങനെ വെറുമൊരു പ്രഖ്യാപനത്തിൽ ഫലസ്തീനികൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ഇസ്രായേലിന്റെ അധിനിവേശത്തിന് എല്ലാ പിന്തുണയും നൽകിയുള്ള ട്രംപിന്റെ നയത്തിന് മാറ്റമില്ലാത്തയിടത്തോളം കാലം ഗസ മരണമുനമ്പായി തന്നെ തുടരും. ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇസ്രായേൽ. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്യുന്നു. പട്ടിണിയെയാണ് ഇസ്രായേൽ ഇതിന് ആയുധമാക്കുന്നത്. UN-ന്റെ അടക്കം ഗസയിലെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘങ്ങളെ തടയുന്ന ഇസ്രായേൽ പദ്ധതിക്കെതിരെ ലോകം മുഴുവൻ രംഗത്ത് വന്നിട്ടും അമേരിക്കയുടെ പിന്തുണ തുടരുകയാണ്. സൗദി അറേബ്യയുമായി ബന്ധം നോർമലൈസ് ചെയ്താൽ ഫലസ്തീൻ പ്രശ്നം എന്നേക്കുമായി ഇല്ലാതെയാകും എന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടിയിരുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നിങ്ങലാക്രമണം ഉണ്ടാകുന്നത്. ഖുദ്സ് ആസ്ഥാനമായി ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതുവരെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് സൗദി അറേബ്യയുടെ പ്രഖ്യാപനം പിന്നീട് വന്നു. ഹമാസിന്റെ പങ്കാളിത്തമില്ലാതെ ഒരു ഫലസ്തീൻ രാഷ്ട്രമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണിപ്പോൾ. എബ്രഹാം അക്കോർഡ് എന്ന പേരിൽ ഒന്നാം ടേമിൽ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിന് ഒരു സമാധാന പദ്ധതി ട്രംപ് അവതരിപ്പിച്ചിരുന്നു. അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാർക്കൊന്നും കഴിയാത്ത ഒരു പരിഹാര പദ്ധതി നടപ്പിലാക്കാൻ തനിക്ക് കഴിയുന്നു എന്നായിരുന്നു അന്ന് ട്രംപ് വാദിച്ചിരുന്നത്. നൂറ്റാണ്ടിന്റെ കരാർ എന്നായിരുന്നു ട്രംപ് ഇതിനെ വിളിച്ചത്. എന്നാൽ ട്രംപ് പ്രഖ്യാപിച്ച ആ പദ്ധതി ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചതിയായി മാറി. ഗസയിലെ ഇപ്പോഴത്തെ യുദ്ധത്തിലേക്ക് വരെ നയിക്കപ്പെട്ടത് ഈ പ്രഖ്യാപനമാണ് എന്ന് കരുതുന്നവരുണ്ട്. ഹൂത്തികളുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. US-ഉം ഹൂത്തികളും പരസ്പരം ആക്രമിക്കില്ല. US കപ്പലുകൾക്ക് ചെങ്കടലിൽ സുരക്ഷിതമായി സഞ്ചരിക്കാം. പക്ഷേ ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് ഹൂത്തികൾ പറയുകയാണ്. യമനിൽ ഹൂത്തി ഭരണത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ് ഈ കരാർ. മാസങ്ങൾ ആക്രമിച്ചിട്ടും ഹൂത്തി ശക്തിയെ ഇല്ലായ്മ ചെയ്യാനാവില്ല എന്ന US-ന്റെ തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു കരാറിലേക്ക് ട്രംപ് ഭരണകൂടം എത്തിയിരിക്കുന്നത്. ലിയോ 14 ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ നായകനായിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തെ ഫ്രാൻസിസ്കൻ സമീപനങ്ങൾ എത്രത്തോളം തുടരാൻ കഴിയും എന്നതാണ് പുതിയ പാപ്പയുടെ മുമ്പിലെ പ്രധാന വെല്ലുവിളി. പാപ്പയുടെ ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലം സഭയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾക്ക് തുടർച്ചയാകും എന്നാണ് വിലയിരുത്തൽ. US-ൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് ലിയോ 14. പക്ഷേ US എന്ന സൂപ്പർ പവറിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല പാപ്പയെന്നാണ് പൊതുവിലയിരുത്തൽ. ട്രംപ് അടക്കമുള്ളവരുടെ നിലപാടുകളോടുള്ള വിമർശനങ്ങൾ തുറന്നു പറയുന്ന നേതാവാകാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞേക്കും. കത്തോലിക്ക സഭയെ ആധുനികവൽക്കരിക്കുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കമിട്ട പരിഷ്കാരങ്ങൾ തുടരും എന്ന് ലിയോ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മനുഷ്യകുലം നേരിടുന്ന സങ്കീർണമായ വെല്ലുവിളിയാണ് നിർമ്മിത ബുദ്ധിയെന്നും പാപ്പ പറയുന്നു. വേൾഡ് വിത്ത് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 മീഡിയം TV-യിൽ.